ഹലോ മക്കളെ, വെൽക്കം ടു വേദാന്ത മലയാളം. ഓക്കെ മക്കളെ, നോക്കിക്കാൻ നമ്മുടെ നീറ്റ് എക്സാം അടുത്തിരിക്കുകയാണ് അല്ലെ. അതായത് വെറും 4 മാസം മാത്രമേ നമ്മുടെ നീറ്റ് എക്സാമിന് ഇനിയുള്ളൂ. സോ നീറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നമുക്ക് അത്രയധികം, അതായത് കഴിഞ്ഞ തവണ തന്നെ 20 ലക്ഷം കുട്ടികൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇത്തവണ അതിനേക്കാൾ കൂടുതൽ 25, 30, 40 ലക്ഷത്തോളം കുട്ടികൾ എഴുതാൻ പോകുന്ന ഒരു വലിയ കോമ്പറ്റേറ്റീവ് എക്സാം ആണ് നമ്മുടെ നീറ്റ് 2024 അല്ലെ. അപ്പം ഈ നീറ്റ് 2024 നിങ്ങളുടെ മുന്നിൽ ആകെയുള്ളത് ഒരു 4 മാസം മാത്രമായിരിക്കും. സോ നിങ്ങൾ എന്തായാലും പ്രിപ്പറേഷൻ നേരത്തെ തുടങ്ങിയിട്ടുണ്ടാകും. അതായത് ഒരു 6-8 മാസം മുന്നേ തന്നെ നിങ്ങൾ പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും. സോ പ്രിപ്പറേഷൻ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഇനി 4 മാസം കൊണ്ട് എങ്ങനെയാണ് എല്ലാ ചാപ്റ്റേഴ്സും അടിപൊളിയായിട്ട് പഠിച്ച് അതിന്റെ MCQs ഒക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ട് ആ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു സമയമാണ് ഈ 4 മാസം കേട്ടോ. ഓക്കെ, സോ എന്തായാലും ഇപ്പൊ നമ്മളെ പരീക്ഷകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പം ഓൺഗോയിങ് ആയിട്ടുള്ള +1, +2 സ്റ്റുഡൻസിന് ഇതുവരെയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾ തറവാക്കിയിട്ടുണ്ടാകും. ഇനി റിപ്പീറ്റേഴ്സ് ആണെങ്കിൽ നിങ്ങൾ എന്തായാലും എല്ലാ ചാപ്റ്റേഴ്സിന്റെ തിയറി ഒക്കെ അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ നോക്കിക്കേ, അപ്പൊ നിങ്ങൾക്ക് കുറെ ചാപ്റ്റേഴ്സ്, അതായത് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ എത്ര ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത് നിങ്ങൾക്ക് അറിയാം. ഈ ചാപ്റ്റേഴ്സിൽ നിങ്ങൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് തറവായിട്ട് അതിന്റെ തിയറി പാർട്ട് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളൊരു സ്വയം ബോധം ഉണ്ടാവുക. അതായത് നിങ്ങൾ അതൊന്ന് ലിസ്റ്റ് ചെയ്ത് വെക്കുക. അതായത് ഈ ഒരു 10 ചാപ്റ്റേഴ്സ് ഫിസിക്സിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു 7 ചാപ്റ്റേഴ്സ് കെമിസ്ട്രിയിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു 12 ചാപ്റ്റേഴ്സ് ബയോളജിയിൽ നിന്ന്, ഇത്രയും ചാപ്റ്റേഴ്സ് തിയറി ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. തിയറി എനിക്ക് അടിപൊളിയായിട്ട് അറിയാം, അല്ലെങ്കിൽ ഞാനതിന് നല്ല രീതിയിൽ തന്നെ ഓരോ കോൺസെപ്റ്റുകളും വ്യക്തമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻഡെപ്ത് ആയിട്ട് പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഓക്കെ, ആ തിയറി അത്രയധികം നന്നായിട്ട് പഠിച്ചിട്ടുള്ള ചാപ്റ്റേഴ്സിന്റെ MCQs നിങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പൊ MCQs എന്ന് പറയുമ്പോൾ പ്രീവിയസ് ഇയർ നീറ്റ് ക്വസ്റ്റ്യൻസ്, APMT ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണോ നമുക്ക് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടാവുന്നത് ആ പ്രീവിയസ് ഇയർ നീറ്റ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാം. മാക്സിമം MCQs ചെയ്യാം. മാക്സിമം MCQs കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നീറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നിങ്ങൾക്കറിയാം, ഇപ്പൊ നമ്മൾ ഒരു ബോർഡ് എക്സാമിന് തിയറി ബേസിസിൽ ക്വസ്റ്റ്യൻ എങ്ങനെയാണോ ചോദിക്കുക അതുപോലെയല്ല ഒരിക്കലും നീറ്റിന് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ നീറ്റിന് നിങ്ങൾ ആൻസർ ചെയ്യണമെങ്കിൽ നിങ്ങൾ MCQനോട് പരിചയം വേണം. സോ നിങ്ങൾ മാക്സിമം MCQs ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഓരോ ചാപ്റ്ററിൽ നിന്നും മിനിമം ഒരു 200 ചോദ്യങ്ങളെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവണം. മിനിമം ആണേ പറയുന്നത്. അതായത് ഓരോ ചാപ്റ്ററിൽ നിന്നും മിനിമം ഒരു 200 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഓരോ തവണയും ചെയ്യണം. എന്നാലേ നിങ്ങൾക്ക് ആ ചാപ്റ്ററിൽ നിന്ന് വരുന്ന നീറ്റ് ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യാനാവുള്ളൂ. അപ്പോഴും ഫേസ് ചെയ്യാനേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഉറപ്പായിട്ട് എഴുതാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, ചില കുട്ടികൾ 200 അല്ല, ചിലപ്പോൾ അവരോട് ചോദിക്കുകയാണെങ്കിൽ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ 500ഓളം ചോദ്യങ്ങളൊക്കെ മിനിമം ചെയ്തിട്ടുണ്ടാവുന്ന പറയാം. അപ്പൊ ആ ലെവലിലേക്ക് നിങ്ങൾ ഈ 4 മാസം കൊണ്ട് ഉയരണം. എന്നാലേ നിങ്ങൾക്ക് നീറ്റ് 2024 ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഒരു ടൈം ടേബിൾ ഉണ്ടാവും അല്ലെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ മോർണിംഗ് ഒരു 2 hours കെമിസ്ട്രി പഠിക്കുന്നു, ആൻഡ് നിങ്ങൾ ഈവനിങ് നൈറ്റ് ആ സമയത്ത് ബയോളജിയും ഫിസിക്സും ഒരു 2 hours പഠിക്കുന്നു എന്നുള്ളൊരു കൃത്യമായ ടൈം ടേബിൾ നിങ്ങൾക്ക് ഉണ്ടാവും. ഇനിയും ആ ടൈം ടേബിൾ ഉണ്ടാക്കാതെ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ടൈം ടേബിൾ ഉണ്ടാക്കാൻ സമയമായി. ആ ടൈം ടേബിളിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് കൺസിസ്റ്റന്റ് ആയിട്ട് വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. ഓക്കെ, നിങ്ങളെ ബ്രെയിനിനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു NCERT ആയിട്ട് യൂസ്ഡ് ആക്കുക. ഓക്കെ, അതായത് ഓരോ ഭാഗം നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴും അത് ഏത് ടോപ്പിക്കിൽ നിന്നാണ്, അത് എങ്ങനെ സോൾവ് ചെയ്യണം എന്നൊരു ബോധം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാവണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പൊ ഈ 4 മാസം കൊണ്ട് നിങ്ങൾ എന്തായാലും ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി ഭയങ്കരമായിട്ടൊരു സ്കെഡ്യൂളിലൂടെ മുന്നോട്ടേക്ക് പോകണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ഓരോ ചാപ്റ്റർ ഉണ്ട്. ആ ഓരോ ചാപ്റ്ററിൽ നിന്നുള്ള തിയറി പാർട്ട് നിങ്ങൾ ഓക്കെ ആണെന്ന് വിചാരിക്കുക, തറവാക്കിയിട്ടുണ്ട്, എനിക്ക് ആ തിയറി സെറ്റ് ആയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാലോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ചാപ്റ്ററിന്റെ MCQs ചെയ്യുക. ഓക്കെ, MCQ നിങ്ങൾ അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ സൊല്യൂഷൻസ് നോക്കുക. അതായത് നിങ്ങൾ ഒരു 100ഓളം MCQs നിങ്ങൾ ഒരു ദിവസം ചെയ്തു, അല്ലെങ്കിൽ ആ ചാപ്റ്ററിൽ നിന്നുള്ള ഒരു 100 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 100 ക്വസ്റ്റ്യൻസും ശരിയാണോ അല്ലെങ്കിൽ എത്ര എണ്ണം തെറ്റ് വന്ന് എന്ന് അന്ന് തന്നെ അനലൈസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഒരു 15 ക്വസ്റ്റ്യൻസോളം തെറ്റാണ്. അപ്പൊ തെറ്റാണെങ്കിൽ അത് എന്തുകൊണ്ട് തെറ്റിയെന്ന് നിങ്ങൾ അന്ന് തന്നെ കണ്ടെത്തുക. തെറ്റിയതിന് കാരണം അത് നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ആ കാരണം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അതിനെ റെക്ടിഫൈ ചെയ്യുക. അതായത് നിങ്ങൾ എന്തുകൊണ്ട് തെറ്റി, ആ ഭാഗം എനിക്ക് ക്ലിയർ ആയിരുന്നില്ലേ, ക്ലിയർ അല്ലായിരുന്നോ, അല്ലെങ്കിൽ അതിന് ഈ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, അപ്പൊ അതെന്റെ ഒരു നെഗറ്റീവ് മാർക്കാണ്. എനിക്ക് ആ ഒരു ഭാഗം തെറ്റാൻ കാരണം എനിക്കിത് ഇങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ കോൺസെപ്റ്റിൽ എന്തോ ഒരു വ്യത്യാസമുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അപ്പൊ തന്നെ തലയിൽ കത്തും അല്ലേ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആ തെറ്റ് ഉടനടി തിരുത്തുക, ആ സമയം തന്നെ തിരുത്തുക. ഓക്കെ, എന്നിട്ട് സ്വന്തമായിട്ട് ഒന്നുകൂടി ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും.
ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങൾ ഒരു ഡെയിലി ബേസിസിൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് വരണം. സോ സോൾവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് അന്ന് തന്നെ ശരിയാക്കുക, തെറ്റുതിരുത്തുക, എന്നിട്ട് മുന്നോട്ടേക്ക് പോവുക. ഇത് നിങ്ങളൊരു ദിനചര്യയാക്കുക. അതായത് ഡെയിലി നിങ്ങൾ ഈ ഒരു റൂട്ടീൻ ഫോളോ ചെയ്യുക. ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യണം? MCQs ചെയ്തിരിക്കണം. വെറും 4 മാസമേ ഉള്ളൂ. ഓരോ മാസം ഒരു 30 ദിവസം വെച്ചിട്ട് ഷടപടയെന്ന് പറഞ്ഞ ഈ മാസങ്ങൾ തീരുമല്ലേ. സോ അതുകൊണ്ടാണ് പറയുന്നത് കൃത്യമായ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുന്നു. ആ ടൈം ടേബിളിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. ആ ടൈം ടേബിളിൽ നിങ്ങൾ ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രി ഈ 3 സബ്ജക്റ്റിനും കറക്റ്റ് ആയിട്ട് ഒരു ടൈം കൊടുക്കുക കേട്ടോ. ഓക്കെ, എന്താണ് ഒരു ടൈം കൊടുക്കുക? കറക്റ്റ് ഒരു ടൈം കൊടുക്കുക. അതേപോലെ ഓരോ ചാപ്റ്റേഴ്സും ഏതൊക്കെ ദിവസം എത്ര മണിക്കൂർ കൊണ്ട് പഠിക്കണം എന്നുള്ളതിന്റെ ക്ലിയർ ഐഡിയ നിങ്ങൾ ഉണ്ടാക്കണം. എന്നിട്ട് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക, കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ നെഗറ്റീവ്സ് ഒക്കെ ശരിയാക്കി തെറ്റൊക്കെ തിരുത്തി നിങ്ങൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഓരോ കോൺസെപ്റ്റും നിങ്ങൾക്ക് ഭയങ്കര ഡെപ്തിൽ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയാൽ ഏത് രീതിയിൽ ചോദ്യം വന്നാലും നിങ്ങൾക്ക് അത് എങ്ങനെ സോൾവ് ചെയ്യണം എന്നൊരു ക്ലിയർ കട്ട് ഐഡിയ നിങ്ങൾക്ക് കിട്ടും. പിന്നെ റിവിഷൻ ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇപ്പൊ നമുക്ക് ഫിസിക്സിൽ നിന്നൊരു 20 ചാപ്റ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 20 ചാപ്റ്ററിൽ 10 ചാപ്റ്റർ നമ്മൾ തറവായി പഠിച്ചു, 11ാമത്തേതിലേക്ക് എത്തുന്നു, 12ാമത്തേതിലേക്ക് എത്തുന്നു. അപ്പോഴേക്കും നമ്മൾ ആദ്യം പഠിച്ച 1, 2, 3, 4, 5 ചാപ്റ്റേഴ്സ് ഒക്കെ മറന്നിട്ടുണ്ടാവും അല്ലെ. അപ്പൊ മറവീനെ നമ്മൾ എന്ത് ചെയ്യണം? പൊടി തട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ റിവൈസ് ചെയ്യണം. ഓക്കെ, ഇപ്പൊ ഒരാഴ്ചയിൽ നിങ്ങൾ 5 ചാപ്റ്റേഴ്സോ 10 ചാപ്റ്റേഴ്സോ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ആദ്യത്തെ 3 ദിവസങ്ങളിൽ നിങ്ങൾ ഒരു 6 ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്താൽ 4ാമത്തെ ദിവസം നിങ്ങൾ ആ 6 ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യാൻ സമയം കണ്ടെത്തണം. അല്ലെങ്കിൽ ഒരു വീക്കിൽ നിങ്ങൾ 2 ദിവസമെങ്കിലും റിവിഷന് വേണ്ടിയിട്ട് കൊടുക്കണം. അപ്പൊ റിവിഷന്റെ സമയത്ത് പുതിയ ചാപ്റ്റർ തെരഞ്ഞു പോകരുത്. ഓൾറെഡി പഠിച്ച ചാപ്റ്റേഴ്സ് മാത്രം റിവൈസ് ചെയ്യുക. പഠിച്ച ചാപ്റ്റേഴ്സ് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക? റിവൈസ് ചെയ്യുക. അപ്പൊ റിവിഷൻ എന്ന് പറയുമ്പോൾ വീണ്ടും പോയി ടെക്സ്റ്റ് മുഴുവനും ലൈൻ ബൈ ലൈൻ ആയിട്ട് വായിക്കുക, അല്ലെങ്കിൽ പഠിച്ച നോട്ട് മുഴുവനും പരതി അങ്ങ് പഠിക്കുക. അതൊന്നും നടക്കൂല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓരോ തവണ നിങ്ങൾ ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോൾ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അപ്പൊ ഷോർട്ട് നോട്ട്സ് റിവൈസ് ചെയ്യാനാണ് ഏറ്റവും ഈസി. സോ നീറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുടെ സ്റ്റഡി ടേബിളിന്റെ അടുത്ത് പോകുമ്പോൾ നമ്മൾ ആ സ്റ്റഡി ടേബിളിൽ മുഴുവനും ആ കുഞ്ഞു നോട്ട്സ് കാണാൻ പറ്റും. ആ മതിലിൽ മുഴുവനും സ്റ്റിക്ക് നോട്ട്സ് ഒക്കെ കാണാൻ പറ്റും അല്ലെ. അതാണ് ഏറ്റവും നല്ല മാർഗം. ഓരോ തവണ നിങ്ങൾ അതിന്റെ മുന്നിൽ കൂടെ നടന്നു പോകുമ്പോഴും നിങ്ങൾക്ക് ഇത് കാണാനായിട്ട് പറ്റുമ്പോൾ നിങ്ങൾ മെമ്മറിയിൽ അത് സ്റ്റോർ ആവുകയാണ്. സോ ഷോർട്ട് നോട്ട്സ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഓരോ ചാപ്റ്ററിനും ഇമ്പോർട്ടന്റ് പോയിന്റ്സ്, ഇപ്പൊ ഫിസിക്സ് ആണെങ്കിൽ തിയറീസ്, ഫോർമുലാസ്, കെമിസ്ട്രി ആണെങ്കിൽ റിയാക്ഷൻസ്, ബയോളജി ആണെങ്കിൽ കുറെ ടേംസ് അല്ലെ, ടെർമിനോളജീസ്, ഇതൊക്കെ വെച്ചിട്ടുള്ള ഷോർട്ട് നോട്ട് നിങ്ങൾ ഉണ്ടാക്കുക. ആ ഷോർട്ട് നോട്ട് നിങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, അത് നിങ്ങളെ മെമ്മറീനെ ബൂസ്റ്റ് ചെയ്യും. ഓക്കെ, ഷോർട്ട് നോട്ട്സ് ആണെങ്കിൽ മെമ്മറീനെ ബൂസ്റ്റ് ചെയ്യും. അല്ല വാരി വലിച്ച് ഓരോ തവണ റിവിഷന്റെ സമയത്ത് നിങ്ങൾ പഠിക്കാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ആ ഒരു പ്ലാനും അങ്ങോട്ട് കുളമാകും കേട്ടോ. ഓക്കെ, അപ്പൊ ഷോർട്ട് നോട്ട്സ് നിങ്ങൾ എപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ ഇരിക്കുക. പിന്നെ ഒരു ചാപ്റ്റർ നിങ്ങൾ തിയറി ക്ലിയർ ചെയ്തു, MCQs ഒക്കെ ചെയ്തു, ഇത് മാത്രം പോരല്ലോ. NCERT ലൈൻ ബൈ ലൈൻ റിവിഷൻ ചെയ്തേ പറ്റുള്ളൂ. കാരണം നിങ്ങൾക്കറിയാം ബയോളജിയിലൊക്കെ NCERTയിലുള്ള ലൈൻ അതുപോലെ ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ NCERT ലൈൻ ബൈ ലൈൻ റിവിഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ ഒരു ചാപ്റ്റർ നിങ്ങളുടെ പ്ലാനിൽ ഉണ്ടെങ്കിൽ ആ ചാപ്റ്ററിന്റെ തിയറി, ആ ചാപ്റ്ററിന്റെ MCQs, ആ ചാപ്റ്ററിന്റെ NCERT ലൈൻ ബൈ ലൈൻ റിവിഷൻ നിങ്ങൾ സെറ്റ് ആക്കണം. ഓക്കെ, അല്ലാതെ പകുതി പഠിക്കാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഒരു ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ആ ചാപ്റ്ററിൽ 3 കാര്യങ്ങളും സെറ്റ് ആക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നെക്സ്റ്റ് ചാപ്റ്റേഴ്സിലേക്ക് പോവുക. ഓക്കെ, അത് മാത്രമല്ല നിങ്ങൾ ഒരു ആദ്യത്തെ 5 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഈ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് നിങ്ങൾ റിവിഷന് വേണ്ടിയിട്ട് വരണം. ഓക്കെ, ഇങ്ങനെ ചെയ്യാം. അപ്പൊ NCERT ലൈൻ ബൈ ലൈൻ റിവിഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ്. ബയോളജിക്ക് മാത്രമല്ല കേട്ടോ, ഈ കഴിഞ്ഞ നീറ്റ് പാറ്റേൺസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ അതുപോലെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഫിസിക്സും കെമിസ്ട്രി ഒക്കെ നിങ്ങൾക്ക് അറിയാം, ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കുറേ ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. അത് പലപ്പോഴും കുട്ടികൾ മൈൻഡ് ആക്കാറില്ല, വിട്ടുകളയും. അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം അതേ ചോദ്യങ്ങൾ ചിലപ്പം ന്യൂമറിക്കൽസും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട്, അത് നമ്പേഴ്സും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് നിങ്ങളോട് ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഫിസിക്സ്, കെമിസ്ട്രി പോലെയുള്ള സബ്ജക്റ്റുകളിൽ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ്, ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തായാലും സോൾവ് ചെയ്യുക. അത് ആ ഒരു പെർട്ടിക്കുലർ ചാപ്റ്റർ പഠിക്കുന്നതിനോട് കൂടെ തന്നെ, ഓക്കെ, അതിനോടൊപ്പം തന്നെ നിങ്ങൾ സോൾവ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകും കേട്ടോ. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഈ 4 മാസം കൊണ്ട് ശ്രദ്ധിക്കാനുണ്ട്. 4 മാസമേ നമ്മുടെ മുന്നിലുള്ളൂ. 4 മാസം ഉണ്ടല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കാൻ പാടില്ല. ഇനിയും പ്രിപ്പയർ ചെയ്ത് തുടങ്ങാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഈ നിമിഷം മുതൽ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. ഇനി അതല്ല, ഓൾറെഡി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോവാം. ഓക്കെ, ഇങ്ങനെയൊക്കെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നീറ്റ് 2024 ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ വേണം, സ്കെഡ്യൂൾ വേണം, ഒരു റൂട്ടീൻ വേണം, ഒരു ടൈം ടേബിൾ വേണം. അതിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഡെയിലി പഠിക്കണം. ഓക്കെ, അപ്പൊ ഡെയിലി എന്ന് പറയുമ്പോൾ 4 മാസം ഒരു ദിവസം പോലും ഇടവിടാതെ പഠിക്കണം.
ഓക്കെ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നീറ്റ് ഇനി കിട്ടുള്ളൂ. കാരണം 4 മാസമേ ഉള്ളൂ, ഏതാനും മണിക്കൂറുകൾ, ഏതാനും ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ ആ സമയം വളരെ കുറവാണ്. ഓക്കെ, അപ്പം ഈ രീതിയിലൊക്കെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നീറ്റ് 2024 ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റും. സോ നീറ്റിന്റെ എക്സാം അടുപ്പിച്ച് നമ്മൾ എന്തായാലും റിവിഷൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. പക്ഷെ അതൊന്നും നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട, ആരെയും നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സ്വന്തമായിട്ട് സെൽഫ് സ്റ്റഡി ഏർപ്പെടുക. എന്നാലേ നിങ്ങൾക്ക് ഫിസിക്സിലും കെമിസ്ട്രിയിലും ബയോളജിയിലും ഇത്രയും ചാപ്റ്റേഴ്സ്, ആ ചാപ്റ്റേഴ്സിന്റെ തിയറി, ആ ചാപ്റ്റേഴ്സിന്റെ MCQs, NCERT 9/9 റിവിഷൻ എല്ലാം നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, ആൻഡ് ഇൻ കേസ് നിങ്ങൾക്ക് ഇടയ്ക്കൊരു മടി തോന്നുക, മടിയല്ല ഒരു മടുപ്പ്, അങ്ങനെ ടെൻഷനൊക്കെ തോന്നുകയാണെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുക്കാനും ശ്രമിക്കുക. പഠിക്കുമ്പോൾ നിങ്ങൾ എന്താ പറയുക, കണ്ടിന്യൂസ് ആയിട്ട് 4-5 മണിക്കൂർ ഇരുന്ന് പഠിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. കാരണം അപ്പോൾ നമ്മുടെ ബ്രെയിനിന്റെ കപ്പാസിറ്റി കുറഞ്ഞു വരും അല്ലേ. അപ്പം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ഗ്യാപ്പ്, ഒന്ന് റെസ്റ്റ് ഒക്കെ എടുത്ത് പഠിക്കുക. ആൻഡ് സോഷ്യൽ മീഡിയ ഈ 4 മാസത്തേക്ക് ഒഴിവാക്കാൻ പറ്റുകയാണെങ്കിൽ ഒഴിവാക്കുക. വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് അതൊന്നും അധികം ആൾക്കാർ ഉപയോഗിക്കുന്നില്ല തോന്നും. പക്ഷെ എന്നാലും ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ, മൊബൈലിന്റെ യൂസ് തന്നെ കുറയ്ക്കുക. ഇല്ലെങ്കിൽ മക്കളെ പണി പാലും വെള്ളത്തിൽ കിട്ടും. അതായത് നിങ്ങൾ വിചാരിച്ച സ്കോർ നിങ്ങൾക്ക് കിട്ടില്ല, ഞാൻ ഉറച്ചു പറയുന്നു. സോ ഒരു 4 മാസം നിങ്ങൾ ഈ സാധനം ഒന്ന് സാക്രിഫൈസ് ചെയ്താലേ നിങ്ങൾക്ക് വലിയൊരു നേട്ടം, വലിയൊരു സക്സസിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നുള്ളൂ. ഓക്കെ, സോ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അനുസരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് നമ്മളെ വേദാന്തു ഇനി മുതൽ അങ്ങോട്ട് ഇരുന്ന എല്ലാ സെഷൻസിനും കുറച്ച് പ്രാക്ടീസ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകും. അതിന്റെ ലിങ്ക് ഒക്കെ എല്ലാ സെഷന്റെയും താഴെ നമ്മൾ അറ്റാച്ച് ചെയ്യും. ആൻഡ് അതിൽ നിങ്ങൾ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് 10 ക്വിസ് ക്വസ്റ്റ്യൻസ് അതാത് ടോപ്പിക്കിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അത് സോൾവ് ചെയ്യാട്ടോ, ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഡെയിലി ക്വസ്റ്റ്യൻസ്, ഡെയിലി നോട്ട്സ്, വീക്കിലി ക്വിസ്, വീക്കിലി ലൈവ് അസൈൻമെന്റ്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ നമ്മളെ വേദാന്തോന്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ഞാനിവിടെ QR കോഡും പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കും കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം കേട്ടോ. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാൻ. ടാറ്റാ.